ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ജോർജ് കുട്ടി തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുകയാണ്. ദൃശ്യം 3 എന്ന സിനിമയുടെ കാത്തിരുന്ന അടുത്ത ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ ഒരു വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞാണ് ഒരു വീഡിയോ കണ്ടന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 2013 ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഇൻഡസ്ട്രീറ്റ് വിജയം നേടിയെടുത്ത ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമാണ് ദൃശ്യം 3. ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ആമസോൺ പ്രൈമിലൂടെ 2021 ഡയറക്റ്റ് OTT റിലീസ് ആകുകയായിരുന്നു. ഇപ്പോഴത്തെ ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് കൂടി പുറത്തു വരുമ്പോൾ ഏറെ ആവേശത്തിലാണ് നമ്മുടെ മലയാള സിനിമാ ലോകം. ഈ വർഷം തന്നെ സിനിമയുടെ മുഴുവൻ ഷൂട്ട് പൂർത്തീകരിക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. 50-ൽ താഴെ ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് പൂർത്തീകരിക്കുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ റിലീസ് അടുത്ത വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം ദൃശ്യം 3യുടെ ഷൂട്ട് എന്ന് ആരംഭിക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാം സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്ക് കാസ്റ്റ് അപ്ഡേറ്റുകൾക്കെല്ലാം തന്നെയാണ് കാത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് വന്നപ്പോൾ മുരളി ഗോപി ഉൾപ്പെടെയുള്ള പല താരങ്ങൾ വന്നതുപോലെ തന്നെ ഇനിയും പുതിയ കാസ്റ്റ് എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ മലയാളത്തിന്റെ പൊട്ടൻഷ്യൽ കാണിച്ചു തരാൻ കെൽപ്പുള്ള സിനിമയാണ് ദൃശ്യം 3 എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എമ്പുരാൻ തുടരും എന്നീ സിനിമകൾക്ക് നഷ്ടപ്പെട്ട ഒരു 300 കോടി കളക്ഷൻ ഉണ്ട്. ആ കളക്ഷൻ ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാ പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തിയിരുന്നെങ്കിൽ എമ്പുരാൻ നിസ്സാരമായിട്ട് തിയേറ്റർ കളക്ഷൻ 300 കോടി കടന്നേനെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ ദൃശ്യം 3യുടെ കാര്യത്തിൽ എമ്പുരാന് നേടിയെടുക്കാനാവാതെ പോയത് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയ 1ാം വാർഷിക വേളയിലെത്തുന്ന ദൃശ്യം 3ക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കൂ അടുത്ത ദൃശ്യം 3 വാർത്തകൾക്ക്.